السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ചില ടിപ്സുകൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ഒരു ബോധനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഓരോ വാക്കിലും ചില പ്രവൃത്തിയിലും പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഫർളുകൾ, സുന്നത്തുകൾ, ഇതൊന്നും ഇങ്ങനെയൊന്നുമില്ല, ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, അതൊന്നും ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകലാണ്. എന്നാൽ ഒരാൾ ആ പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഉണ്ട്, അത് ഹറാമ് തന്നെയാണ്. എങ്കിലും അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു സുന്നത്തായ കാര്യം, നഖം മുറിക്കാൻ പറഞ്ഞ ഒരാളോട് അങ്ങനൊന്നും ഇസ്ലാം പഠിപ്പിക്കണില്ല. ഒരാളുടെ കയ്യിൻ്റെ തള്ളവിരലിൽ നഖം നീട്ടി വളർത്തി, എടാ ഈ നഖം നീട്ടി വളർത്താൻ പാടില്ല, അത് വെട്ടണം, വെള്ളിയാഴ്ച രാവിലൊക്കെ അത് വെട്ടി വൃത്തിയാക്കൽ സുന്നത്താണ്, അങ്ങനെ ഒരു സുന്നത്തൊന്നും ഇസ്ലാമിലില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ നീട്ടി വളർത്തി എന്നതുകൊണ്ട് ആ വളർത്തിയ കുറ്റമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെ ഒന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ അത് കുറ്റം പറയാണ്. നിസ്കാരത്തിൻ്റെ കാര്യം, നിസ്കാരമൊന്നും ആവശ്യമില്ല. നമ്മളൊരു മുസ്ലിം ആകാന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശ്വസിച്ചാൽ മതി, നിസ്കാരമൊക്കെ അവനാണ് സൗകര്യം കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്നൊരാൾ ചിന്തിച്ചാൽ, അങ്ങനെ മനസ്സിൽ കരുതിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരാൾ മദ്യപാനിയാണ്, മദ്യം കുടിക്കൽ ഹറാമാണ് എന്ന് അവനോട് മറ്റാരെങ്കിലും ഉപദേശിച്ചാൽ അങ്ങനൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ മനസ്സിന് ആനന്ദം കിട്ടാൻ പറ്റുന്ന സാധനമൊക്കെ ഉപയോഗിക്കാം, അത് ഇസ്ലാമിൽ അങ്ങനെ തെറ്റുള്ള കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഒരാൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.